നമസ്കാരം. മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാലാണ് നമുക്കൊപ്പം ചേരുന്നത്. ഒപ്പം നടി മീനയും. ദൃശ്യം 3യുടെ വിശേഷങ്ങളാണ് ഏറ്റവും പുതിയത്. ലാലേട്ടാ, എല്ലാവരും വലിയ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. തൂക്കുവോ ലാലേട്ടൻ? എനിക്കറിയില്ല. ഞങ്ങളും അതേ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. മലയാളികൾ മാത്രമല്ല, ആ ദൃശ്യം എന്നുള്ള സിനിമയെക്കുറിച്ച് അറിയാവുന്ന എല്ലാവരും, ദൃശ്യം 3 എന്ന് വരുന്ന എല്ലാവരും ചോദിക്കാറുണ്ട്. മലയാളികൾ മാത്രമല്ല, ഒരുപാട് പേര്. അപ്പോൾ അവരുടെ എക്സ്പെക്റ്റേഷനിൽ എന്താണെന്ന് നമുക്കറിയില്ല. ബട്ട് നമ്മളൊരു നല്ല സിനിമ ചെയ്തു എന്നൊരു ധാരണ എനിക്കുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഒരു ദൃശ്യം 1, 2, 3 ചെയ്യുമ്പോൾ ഒരുപാട് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു ശ്രദ്ധയോടെ ചെയ്തൊരു സിനിമയായിട്ട് മാറാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. തൂക്കുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ റിലീസാണ്, ഈ സിനിമയെ സംബന്ധിച്ച് ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് ആണ് എല്ലാവർക്കും, ഓരോ മോഹൻലാൽ ആരാധകർക്ക് അല്ലെങ്കിൽ മലയാളികൾക്കും ഏറ്റവും പ്രിയപ്പെട്ടത്. കലണ്ടറിൽ അടയാളപ്പെടുത്തിയില്ലെങ്കിലും മലയാളികൾ ഓർത്തു വെക്കുന്ന ദിവസമാണ് May 21 ലാലേട്ടൻ്റെ ബർത്ത്ഡേ. അപ്പോൾ പിറന്നാളിന് എല്ലാവരും പിറന്നാളുകാരനാണ് സമ്മാനം കൊടുക്കുന്നത്. പക്ഷേ ലാലേട്ടൻ മലയാളത്തിന്, മലയാളികൾക്ക് വലിയൊരു സമ്മാനം നൽകുമോ എന്ന്? അല്ല, അങ്ങനെ സമ്മാനം ആയിട്ട് സ്വീകരിക്കുമെങ്കിൽ വലിയ സന്തോഷം. അതും വളരെ മനഃപൂർവ്വം സംഭവിച്ചല്ല. കാര്യം നമ്മൾ ഈ സിനിമകൾ റിലീസ് ചെയ്യുന്ന ഒരു വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ആയിരിക്കും. വെള്ളിയാഴ്ചയാണ് സാധാരണ റിലീസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഈ 21 എന്ന് പറയുന്ന ഒരു വ്യാഴാഴ്ചയാണ് വരുന്നത്. അതൊരു ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ അത് ഒരു തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയൊക്കെയാണെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പം അതും ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു പിറന്നാൾ സമ്മാനമായിട്ട് അത് അവർ സ്വീകരിക്കട്ടെ. അത് വളരെ നല്ലൊരു സിനിമയായി മാറട്ടെ. അപ്പോഴാണ് ഒരു പിറന്നാൾ സമ്മാനമാകുന്നത്. അത് തിരിച്ചും അപ്പോൾ ഒരു സമ്മാനം തരാൻ അവർക്ക് തോന്നട്ടെ. മീന, ദൃശ്യം 1, 2 ആ ഫ്രാഞ്ചൈസിലെ 3ാമത്തെ പടമാണ്. വലിയ എക്സ്പെക്റ്റേഷൻ മലയാളികളെ സംബന്ധിച്ചുണ്ട്. ആദ്യത്തെ 2 ഭാഗത്തെക്കാട്ടിയും മെച്ചമാകുമെന്ന പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. അത് മീറ്റ് ചെയ്യാൻ പറ്റുമോ? പ്രതീക്ഷിച്ചിട്ടുണ്ട്. വി ഹാവ് ട്രൈഡ് അവർ ബെസ്റ്റ്. പക്ഷേ എന്താ പറയുക, ദിസ് എക്സ്പെക്റ്റേഷൻ ഈസ് റിയലി സ്കേറി എന്നാ പറയണം. ബട്ട് വി ഹാവ് ഡൺ അവർ ബെസ്റ്റ്. തീർച്ചയായിട്ടും ഇതൊരു നല്ല സിനിമയായിരിക്കും. ആൻഡ് ഡെഫിനറ്റ്ലി ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി ഡ്രാമ. ഇറ്റ്സ് എൻ ഇമോഷണൽ ഫാമിലി ഡ്രാമ. ആ എക്സ്പെക്റ്റേഷനോട് വന്നാൽ നന്നായിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത് എനിക്ക്. വി ഹാവ് ഡെഫിനറ്റ്ലി ട്രൈഡ് അവർ ബെസ്റ്റ് ആൻഡ് വി ആർ വെരി ഷുവർ ഇതൊരു നല്ല സിനിമയായിരിക്കും. 1ൽ വലിയ പിരിമുറുക്കം ഉണ്ടായിരുന്നു. 2ലായപ്പോൾ എല്ലാവരോടും പറഞ്ഞ് ആ പിരിമുറുക്കം കളഞ്ഞ് ഫ്രീ ആയി. അപ്പോൾ ഫ്രീ ആയിട്ടാണോ ദൃശ്യം 3യിൽ അഭിനയിച്ചിട്ടുള്ളത്? അതെ, ഇറ്റ് ഈസ് നൈസ്. വളരെ എന്താ പറയാ, ടെൻഷൻ ഫ്രീ. പറയാൻ പറ്റില്ല. ഒന്ന് തുടങ്ങിയിട്ട് 13 വർഷങ്ങൾ കഴിഞ്ഞു. 13 വർഷത്തെ ഗ്രോത്ത് ഉണ്ട് ആ ക്യാരക്ടർ. കുട്ടികളൊക്കെ വലുതായി അല്ലേ, അവർക്ക് റെസ്പോൺസിബിലിറ്റികൾ കൂടി. പിന്നെ ജോർജ് കുട്ടിയെ പോലല്ല. ജോർജ് കുട്ടി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഭയത്തിൽ ജീവിക്കുന്ന ആളാണ്. ഒരു എന്ത് വേണമെങ്കിലും സംഭവിക്കാമല്ലേ ജോർജ് കുട്ടിക്ക്. അതെപ്പോൾ വേണമെങ്കിലും പിടിക്കപ്പെടാമെന്നൊരു രീതിയിലാണ്. പക്ഷേ ഇവർക്ക് കുറച്ചുകൂടെ കൺസേൺ എന്ന് പറഞ്ഞാൽ അവർ മൂത്ത മകൾക്ക് സുഖമില്ല. അവർക്കൊരു സൈക്കാട്രിക് പ്രോബ്ലം ഉണ്ടായി ഒരു ട്രോമയിൽ നിന്ന്. ആ കുട്ടിയുടെ 2ാമത്തെ കുട്ടി വലുതായി. ഒരുപാട് ചോദ്യങ്ങൾക്ക് അവർക്ക് ഉത്തരം പറയേണ്ടി വരുന്നു. ജോർജ് കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ അതിനെക്കുറിച്ചൊന്നും പറയില്ല. സോ ഇത് അവർക്കും ഒരു ഭയങ്കര ഒരു ഇമോഷണൽ ഡ്രാമ എന്ന് പറയുന്നത് അതാണ്. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എല്ലാം ശരിയായി എന്ന് പറഞ്ഞാൽ പോലും എവിടെയെങ്കിലും ഒരു ചെറിയ ഒരാൾ അല്ലെങ്കിൽ പരിചയമില്ലാത്ത ഒരാൾ വരിക, അല്ലെങ്കിൽ ഒരു ബെല്ലടി കേൾക്കുമ്പോഴൊക്കെ ഒരു പേടിയാണ്. സോ ആ ഭയത്തിൽ തന്നെയാണ് ആ ഫാമിലി ജീവിക്കുന്നത്. അപ്പോൾ ആ ഭയം എന്ന് പറയുന്നത് തന്നെയാണ് അവർക്ക് കിട്ടുന്ന ശിക്ഷ. അതുകൊണ്ട് ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസി അല്ല. കാര്യം നമുക്ക് കാണുന്ന പോലെ അല്ലല്ലോ. നമ്മളത് 2 ഫാമിലികളുടെ കഥയാണ്, 2 അമ്മമാരുടെ കഥയാണ്, 2 കുട്ടികളുടെ കഥയാണ്, 2 അച്ഛന്മാരുടെ കഥ. അപ്പോൾ അവർക്കും ഓപ്പോസിറ്റും അതേ ഇമോഷനിൽ ജീവിക്കുന്ന ഒരു ഫാമിലിയുണ്ട്. അപ്പോൾ അവർക്കും ഒരു ഒരു സുഖകരമായിട്ട് ഉറങ്ങാൻ സാധിക്കാത്ത ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു ഫാമിലി ഡ്രാമ. കഴിഞ്ഞ തവണ ദൃശ്യം 2ൽ ആ രഹസ്യം അവസാനം റാണിയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത്, ആ പുറത്തു പോയി ഇനിയിപ്പോ ഒന്നും പേടിക്കാനില്ല എന്നുള്ള രീതിയിൽ എല്ലാവർക്കും അറിയാം, പോലീസിനറിയാം, നാട്ടുകാർക്കറിയാം, പ്രേക്ഷകർക്കറിയാം എന്താ സംഭവിച്ചെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് എങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. അപ്പം ജോർജ് കുട്ടിക്ക് ഇപ്പം എന്താണ്, അയാളും എന്താ പറഞ്ഞ ഒരു ഇവോൾവ് ചെയ്യാൻ തുടങ്ങി അല്ലേ. ഇത് ഇങ്ങനെ ഇത്രയും വർഷമായിട്ട് ഇത് കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് ഒരു ബബിളാണ്. അതെവിടെയെങ്കിലും പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നല്ലാതെ
അയാൾക്കും ഇതിനൊരു അവസാനം കണ്ടെത്തണം ആ ഫാമിലിക്ക് വേണ്ടി. അപ്പോൾ അതിനുള്ള ശ്രമമാണ് ദൃശ്യം 3. അതിൽ അയാൾ സക്സീഡ് ആകുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടേ അറിയാവുള്ളൂ. ഇറ്റ് ഈസ് മോർ ദാൻ ദ ക്യാരക്ടേഴ്സ്, ഇറ്റ് ഈസ് എ സ്ക്രിപ്റ്റ്. അങ്ങനെയാണ് ആ ഡയറക്ടോറിയൽ ഒരു ബ്രില്യൻസ് ആണ് ആ സിനിമയ്ക്ക്. അത് ജിത്തു നന്നായി ചെയ്തു എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്ന കാര്യം. നമ്മളൊരു കഥ പറയുമ്പോൾ പിന്നെ ദൃശ്യം 3 എന്ന് പറയുന്നത് ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, ഒരു മണ്ടത്തരമൊന്നും കാണിക്കാൻ പറ്റില്ല. കാര്യം ദൃശ്യം 1ഉം 2ഉം ആളുകൾ അത്ര പ്രതീക്ഷയോടെ ഇരിക്കുന്നത്. അവർക്ക് അറിയണം ജോർജ് കുട്ടിയും ഫാമിലി എന്ന് പറയുന്നത് അവരുടെ ഒരു പാർട്ട് ഓഫ് ദെയർ ലൈഫായി മാറി. അതുപോലെയാണ് ഗീതാ പ്രഭാകർക്ക് ചിലർക്ക്. അപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാനായിട്ട് കാത്തിരിക്കുന്ന അവരെ നിരാശപ്പെടുത്താൻ പറ്റില്ല, അതിനെ ഒരു തമാശയായിട്ട് കാണാൻ പറ്റില്ല, അതിനെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. അപ്പോൾ ആ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ആ സ്റ്റോറി അത് നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങൾ പറഞ്ഞത്, അല്ലാതെ നമ്മൾ നന്നായിട്ട് അഭിനയിച്ചു എന്നുള്ളതല്ല. അതെ, ഒരു ക്ലാസിക്കൽ ക്രിമിനലാണ് ജോർജ് കുട്ടി. മലയാളത്തിനെ സംബന്ധിച്ച്, മലയാള സിനിമയെ സംബന്ധിച്ച് ആ ജോർജ് കുട്ടി ടീസറിൽ ഭയപ്പാടോടെ ക്ലാസിക്കൽ ക്രിമിനൽ ബാക്കി ആൾക്കാർ പറഞ്ഞതേ ഉള്ളൂ. ജോർജ് കുട്ടി അങ്ങനത്തെ ആളെന്നാണ്. അയാൾ അങ്ങനെ ക്രിമിനൽ അല്ലല്ലോ. അയാൾ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തിട്ടില്ല. അയാൾ വേറൊരാൾ ചെയ്തതിൽ അയാൾ അക്സെപ്റ്റ് ചെയ്യുന്നു, അയാൾ ഏറ്റെടുത്തിരിക്കുന്നതാണ്. അല്ല, അയാൾ ഒരാളെയും കൊന്നിട്ടില്ല. അയാൾ ആ ഫാമിലിക്ക് വേണ്ടി നിന്നുള്ളൂ. ക്ലാസിക്കൽ ക്രിമിനൽ എന്നുള്ള പേരുകൾ ആൾക്കാർ കൊടുത്തിരിക്കുന്നു, അവിടെയുള്ള ആൾക്കാരോ അല്ലെങ്കിൽ പ്രേക്ഷകരോ. ജോർജ് കുട്ടി അത് സമ്മതിക്കില്ല. ജോർജ് കുട്ടി എങ്ങനെയാണ് സമ്മതിക്കുന്നത്? അയാൾ സാധാരണ മനുഷ്യനാണ്. അയാൾ പറയുന്നല്ലോ ഞാനൊരു സാധാരണ മനുഷ്യനാണ് എന്ന് പറയുന്നുണ്ട്. അയാൾക്ക് എല്ലാ ഇമോഷൻസും ഉള്ള ആൾ. അയാൾക്ക് ഫിയർ ഉണ്ട്, അയാൾക്ക് പേടിയാണ്, എനിക്ക് ഭയമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു സിനിമയിൽ ഏറ്റവും വലിയൊരു നായകൻ അല്ലെങ്കിൽ ഇത്രയും ചെയ്ത ഒരാൾ പറയുകയാണ് എനിക്ക് പേടിയാണ്, എൻ്റെ ചുറ്റും ഒരുപാട് പേരുണ്ട് എന്ന് പറയുന്ന ഒരു വളരെ സാധുവായ ഒരാളാണ്. പക്ഷേ ഞങ്ങൾ കാണുമ്പോൾ 1ലും 2ലും ആ സിറ്റുവേഷനെ അതനുസരിച്ച് ബുദ്ധിപരമായി മറികടക്കുന്ന ഒരു വ്യക്തിയാണ്. അതെ, അയാൾക്ക് പെട്ടെന്ന് റിഫ്ലെക്സ് ഉള്ള ആളാണ്. അപ്പം അങ്ങനെയാണല്ലോ, നമുക്കൊരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കും. അതിൽ ചില ആൾക്കാർ ഭയങ്കര ബ്രില്യൻ്റായിട്ട് അതിനെ ഓവർകം ചെയ്യും. അപ്പോൾ ജോർജ് കുട്ടിക്ക് ആ ഫാമിലി ബോണ്ടിൽ അങ്ങനെ ചെയ്യേണ്ടി വരുന്നു. അയാൾക്ക് എന്തോ ഒരു സിദ്ധി കിട്ടിയിരിക്കാം. അയാൾ പറയുന്നല്ലോ ഭാഗ്യമാണ്, അയാൾ ഈ ട്രൈ ഒരു പോസിബിലിറ്റി നോക്കുകയാണ്, അതിൽ അയാൾ സക്സീഡായി. എപ്പോഴും അങ്ങനെ ആകണമെന്നില്ല അല്ലേ. ആദ്യം ഒരു കാര്യം ചെയ്തു, അത് പിടിക്കപ്പെട്ടു. രണ്ടാമത് പിടിക്കാൻ വീഴുന്നു, അയാൾ ട്രൈ ചെയ്തപ്പോൾ അത് ഭാഗ്യത്തിൽ സംഭവിച്ചു. അപ്പം അയാൾ പെട്ടെന്ന് റിഫ്ലക്സ് ഉള്ള ആളാണ്. ഇതും ഓൾറെഡി പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അത് ഒരു സമയം കാര്യങ്ങൾ നടക്കുമ്പോൾ അങ്ങനെ റിഫ്ലെക്സ് ആയിട്ട് നമ്മൾക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതാണ് ആൾക്കാർക്കും കാര്യം. നമ്മളും പെട്ടെന്ന് ആലോചിക്കും ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിപ്പിക്കാൻ പറ്റിയാൽ അതാണ് ഒരു ബ്രില്യൻസ്. തളർന്നു പോയിട്ടില്ല അപ്പോൾ ജോർജ് കുട്ടി? എന്തിനാ? അല്ല, ടീച്ചർ കാണുമ്പോൾ നമുക്ക് സംശയം. അതാ സിനിമ കാണുമ്പോഴേ ഒരു മനുഷ്യനല്ലേ, അയാൾക്ക് എല്ലാവിധ വികാരങ്ങളും ഉള്ളതല്ലേ, അയാൾക്ക് തളരാൻ ഉള്ള എല്ലാ അധികാരവും ഉണ്ട്. ഒറ്റപ്പെടുന്നുണ്ടോ? അതൊക്കെ ഉണ്ടാവും. പിന്നെ ജോർജ് കുട്ടി ഒറ്റപ്പെട്ടില്ല. അയാൾ ആ വീട്ടിലിരിക്കുമ്പോഴൊക്കെ അയാളൊരു സോളിറ്റ്യൂഡിലല്ലേ ഇരിക്കുന്നത്. അയാൾക്ക് എപ്പോഴും വേണേലും ഒരു ഭയങ്കര എലിമെൻ്റ് ഓഫ് റിസ്ക് ഹൈ അല്ലേ അയാളുടെ ജീവിതം. ട്വിസ്റ്റുകൾ ആണ് ദൃശ്യം 2ൻ്റെയും 1ൻ്റെയും. അതിലാണ് ഈ ട്വിസ്റ്റ് എന്നുള്ള വാക്ക്, അത് പെട്ടെന്ന് ഇട്ടിരിക്കുന്നതാണ്. ട്വിസ്റ്റ് ഇപ്പോൾ ഈ സിനിമ അങ്ങനത്തെ സിനിമ ആയിരിക്കില്ല. ഇത് ഭയങ്കര ഇമോഷണൽ കാര്യം. ഇപ്പോൾ നമ്മുടെ ഇതിൽ കൂടുതൽ ജിത്തു ശ്രദ്ധിച്ചിരിക്കുന്നത് ജോർജ് കുട്ടി എന്ന ആളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അയാളുടെ ഇമോഷൻസിലാണ്. അയാളുടെ ഇമോഷൻസിൽ കൂടെയാണ് റാണിയിലേക്കും കുട്ടികളിലേക്കും പോയിരിക്കുന്നത്. അപ്പോൾ ഇയാൾക്കൊരു കൾമിനേഷൻ, ഇതൊന്ന് അവസാനിപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അയാളുടെ ശ്രമമാണ്. കാര്യം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? അയാൾക്ക് ആ ഫാമിലിയെ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പറ്റില്ല. അവരെ ആർക്കും ഒന്നും ചെയ്യാതെ എങ്ങനെ ഇതിനെ ചെയ്യാൻ പറ്റുന്ന അയാൾ ആലോചിക്കുന്നതാണ് കഥ. അപ്പോൾ അത്രേ ഇപ്പം പറയാൻ പറ്റുള്ളൂ. 21-ാം തീയതി ഒരു കഥ. ഇമോഷൻസ് അവതരിപ്പിക്കാൻ മറ്റൊരു നടനില്ല നമ്മൾ കണ്ടിട്ടുള്ളതിൽ ഇത്രയും ഭംഗിയായി. അപ്പോൾ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, അതിൽ ശ്രദ്ധിക്കുന്ന ഒരു ചിത്രം എന്ന് പറയുമ്പോൾ അതെങ്ങനെയായിരുന്നു? അതിൻ്റെ മേക്കിംഗ് സമയം, ആ സമയത്തെ ഷൂട്ടിൻ്റെ സമയത്തെയൊക്കെ അവസ്ഥ എങ്ങനെയായിരുന്നു? അല്ല, അതില് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം എന്താ അറിയോ, അതായത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ ജോർജ് കുട്ടി ശരിക്കുള്ള ഇമോഷൻസ് അല്ല കാണിക്കുന്നത്. ഇയാൾ ശരിക്കുള്ള ഇമോഷൻസ് കാണിച്ചാൽ പിടിക്കപ്പെടും. അയാൾ ഭയങ്കര ഹൈഡ് ചെയ്ത് ചെയ്യേണ്ട ഒരാളാണ്. പക്ഷെ ഫാമിലിക്ക് വേണ്ടി ജോർജ് കുട്ടി ചെയ്യുന്ന കാര്യങ്ങളും the emotions going through him, അത് വളരെ ഓപ്പോസിറ്റ് റിയാക്ഷൻസ് ആണ് ചെയ്യുന്നത്. പോലീസ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും അയാൾക്ക് സത്യം പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അയാൾ പറയുന്നതെല്ലാം കള്ളമാണ്, അയാൾ കാണിക്കുന്നത് മുഴുവൻ കള്ളമാണ്. അത് അപ്പോൾ ആ ഇമോഷൻസും
അയാളുടെ അകത്തുള്ള ഇമോഷൻസ് എന്താണെന്ന് എനിക്ക് പോലും അറിയില്ല. നമ്മൾ അഭിനയിക്കുന്ന ഒരാൾക്ക് പോലും അറിഞ്ഞുകൂടാത്ത തരത്തിൽ ജോർജ് കുട്ടി വളർന്നു പോയി. അപ്പോൾ ജോർജ് കുട്ടിയുടെ ഇമോഷൻസ് എന്താണെന്ന് നിങ്ങൾ സിനിമ കാണുന്നവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അയാൾ എന്താണ് മനസ്സിൽ ആലോചിക്കുന്നത്. ഡയറക്ടറായിട്ടുള്ള ജിത്തു ജോസഫ് പറഞ്ഞത് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി, ഇതിപ്പോൾ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് അല്ല, എൻ്റെ കയ്യിൽ നിന്ന് ആദ്യമേ അയാൾ പോയി. അങ്ങനെയാണല്ലോ നമുക്ക് ചില ക്യാരക്ടേഴ്സ് അങ്ങനെയാണ്. വളരെ റെയറായിട്ട് ഒരു ആക്ടറിന് എനിക്ക് തോന്നുന്നത് എൻ്റെ ഇത്രയും സിനിമാ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടില്ല. ഇത് ഒന്നല്ലല്ലോ, 13 വർഷമായിട്ട് ഇയാൾ നമ്മുടെ കൂടെ നടക്കുകയല്ലേ. അപ്പോൾ അയാളെ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോയി കെട്ടണം, അല്ലെങ്കിൽ അയാൾ ആ ക്യാരക്ടർ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അത്രയും വളർന്നു പോയ ക്യാരക്ടർ. ലാലേട്ടൻ്റെ സിനിമാ ജീവിതത്തിലെ ആ രീതിയിൽ അടയാളപ്പെടുത്തുന്ന ഒരു ക്യാരക്ടർ തന്നെയാണോ ജോർജ് കുട്ടി? അതായത് ഇത്രയും വർഷം ഇങ്ങനെ ലൈഫിൽ പിന്നെ ഇത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമല്ലേ ജോർജ് കുട്ടി. വേറെ ഒരുപാട് സിനിമകളുണ്ടെങ്കിലും ഒരു സിനിമയിൽ അത് ഇപ്പോൾ പെട്ടെന്ന് പറയാം, തൂവാന തുമ്പികൾ എന്നുള്ള സിനിമ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന സിനിമയാണ്. അതിലെ ക്യാരക്ടറൈസേഷൻ ഇപ്പോൾ ഇതിപ്പോൾ ദൃശ്യമെന്ന് പറയുന്നത് അന്ന് ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷേ അതിന് 2ാം ഭാഗം ഉണ്ടായി, അതിന് 3ാം ഭാഗം ഉണ്ടായി, ഇനി വേണമെങ്കിൽ 4ാം ഭാഗം ഉണ്ടാകാം. പക്ഷേ അതൊരു വലിയ ഫ്രാഞ്ചൈസായിട്ട് മാറി. അപ്പോൾ അതുപോലെ ഞാൻ സിനിമകൾ ചെയ്തിപ്പോൾ പിന്നെ എന്താണ് നാടോടിക്കാറ്റ്, അല്ലെങ്കിൽ പട്ടണപ്രവേശം, അല്ലേ, അത് കഴിഞ്ഞിട്ടുള്ള അക്കരെ അക്കരെ, അതിൽ ആ ക്യാരക്ടേഴ്സിനെയാണ്. അത് ഒരു ഫൺ ഫിലിമായിട്ടാണ്. ഇത് ഹൈലി ഇമോഷണൽ ഫിലിമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഫാമിലിയും വളരുന്നുണ്ട്. കുട്ടികളൊക്കെ വലുതായി ഭയങ്കരമായിട്ട് അവർ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അതൊക്കെ അപ്പം നമുക്കൊരിക്കലും ഒരു ആക്ടറിന് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. അത് എനിക്ക് തോന്നുന്ന ഇത്തരത്തിലൊരു മലയാളത്തിൽ അല്ലെങ്കിൽ എനിക്ക് വേറെ ക്യാരക്ടേഴ്സൊന്നും കിട്ടിയിട്ടില്ലെന്ന് തന്നെ പറയാം. അതെ, ഒരു ക്യാരക്ടറായി ആ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞു, അത് പിന്നെ ചർച്ച ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൂടി അത് ഉള്ളിലുണ്ടാകുമെന്നതിനപ്പുറം പിന്നീട് അതിലേക്ക് തിരിച്ചു പോകേണ്ടുന്ന സാഹചര്യങ്ങൾ വളരെ കുറവാണല്ലോ. ഇതിപ്പോൾ 8 വർഷത്തിന് ശേഷം ഒന്നുകൂടി ജോർജ് കുട്ടിയായി, പിന്നീട് ഇപ്പോൾ 5 വർഷത്തിന് ശേഷം വീണ്ടും ജോർജ് കുട്ടിയായി, അതിലും ഇമോഷണലായി അതിൽ നിൽക്കേണ്ടി വരുവാണ് ആ ക്യാരക്ടറിൽ. അത് ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു സ്വാധീനം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ കിരീടം എന്നുള്ള സിനിമയുടെ സെക്കൻഡ് എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് ചെങ്കോൽ എന്നൊരു സിനിമ ഉണ്ടായത്. അത് ഭയങ്കര ഇമോഷണൽ ഫിലിമാണ്. അപ്പോൾ എപ്പോഴും അത് കിരീടത്തിന് അത്ര പറ്റിയില്ലെന്ന് ഒരു കംപ്ലൈൻറ്റ് വരും. കാര്യം കിരീടം എന്ന് പറയുന്നത് വേറെ സിനിമയാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ അയാൾക്ക് പോകാൻ പറ്റില്ല, അയാൾ താഴേക്കേ പോകുള്ളൂ. അയാളുടെ ഫാമിലി നശിച്ചു, അയാൾ ജയിലിൽ പോയി, എല്ലാം നഷ്ടപ്പെട്ട ഒരാൾ വീണ്ടും അയാൾ ഏറ്റവും സോബറായിട്ട് നടക്കാനേ ശ്രമിക്കുള്ളൂ. അതുപോലെ തന്നെയാണ് ജോർജ് കുട്ടി. അയാൾക്ക് പക്ഷേ ഇതിൽ അയാൾ സോബറായിട്ട് നടക്കാൻ ശ്രമിക്കുന്നെങ്കിലും അയാൾക്ക് ആ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യണം. എന്ത് വന്നാലും നിങ്ങളെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറല്ലേ. അപ്പോൾ അത് നമ്മുടെ പേഴ്സണൽ ലൈഫിനെ അതൊന്നും ബാധിക്കുന്നില്ല. അപ്പം നമ്മൾ ഇപ്പം ഞാനും മീനായിട്ട് സംസാരിക്കും, നമ്മൾ വീണ്ടും ഒരു വീട്ടിൽ തിരിച്ച് നമ്മൾ പോകുന്ന പോലെയാണ് ഇത്രയും വർഷം കഴിഞ്ഞിട്ട്. അപ്പോൾ അതൊരു അതെ റീയൂണിയൻ പോലെയാണ്. ആ വീട് നമുക്കറിയാം, ആ മുറികൾ അറിയാം, അവിടുത്തെ അടുക്കള അറിയാം, അവിടുത്തെ ഭക്ഷണം, അവിടുത്തെ ആൾക്കാരെ അറിയാം, ഡൈനിങ് ടേബിൾ അറിയാം, എല്ലാം അറിയാം. അപ്പം നമ്മുടെ ഒരു ഫാമിലി പോലെ തന്നെയാണ്. അപ്പം അവിടെ ചെല്ലുമ്പം നമ്മൾ ആ ക്യാരക്ടേഴ്സായിട്ട് മാറാൻ കുറച്ചുകൂടെ വളരെ ഈസിയാണ്. ലലേട്ട, ഇത് പനോരമ തൂക്കി ദൃശ്യമെന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അവർ വിഴുങ്ങി ദൃശ്യമെന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത വരുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ബിസിനസ് സൈഡ്? അതെനിക്ക് കൂടുതൽ പറയാനറിയില്ല. അതിൻ്റെ ഒരു പ്രൊഡക്ഷനുമായിട്ട് സംസാരിക്കും. ആശീർവാദിൻ്റെ റോൾ എന്താണ്? ആശീർവാദിൻ്റെ റോളാണ് ഈ സിനിമ എടുത്തു എന്നുള്ളത്. പ്രൊഡക്ഷൻ അല്ല, അങ്ങനെയല്ല, അവര് ഈ സിനിമ ഹിന്ദിയിലോട്ടൊക്കെ ചെയ്യുന്നവരാണ്, ആദ്യത്തെ 1ഉം 2ഉം ഒക്കെ. അപ്പോൾ അവർക്ക് നമ്മളുമായിട്ട് ജോയിൻ ചെയ്തിട്ട് 3 ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ്. ഇതൊരു വലിയൊരു നല്ലൊരു കാര്യമല്ലേ, ഒരു വെളിയിൽ നിന്നൊരു വലിയൊരു കമ്പനി വരുന്നു, ഇങ്ങനൊരു സിനിമയെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അതിനെ വിഴുങ്ങി എന്നുള്ള വാക്കൊന്നും ശരിയല്ല. മലയാള സിനിമയ്ക്ക് കൂടിയുള്ള അംഗീകാരമാണ്. തീർച്ചയായിട്ടും. അപ്പം അത്തരം സിനിമകൾ വരണം, അങ്ങനെയാണല്ലോ. ഒരുപാട് പിന്നെ ആൾക്കാർ മലയാളത്തിനെ ഫോക്കസ് ചെയ്യുന്നൊരു സമയമാണ്. മലയാളത്തിൽ അവർക്ക് സിനിമകൾ എടുക്കണം. മേ ബി അവരുടെ ഒരു വേ ഓഫ് ഫിലിം മേക്കിംഗ് നമ്മുടെയൊക്കെ വളരെ ഡിഫറൻ്റാണ്. മലയാള സിനിമയ്ക്ക് ഒരുപാട് നല്ലൊരു പൊസിഷനിങ് ഉള്ള സമയമാണ്. അപ്പം ഈ ഒരു കാര്യം കൊണ്ട് വേറെ ഒരുപാട് നല്ല സിനിമകൾ ഉണ്ടാകാൻ ഉണ്ടാകട്ടെ എന്ന് ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. ലാലേട്ടനോട് ചോദിക്കുന്നില്ല, അത് ക്ലീഷയാണല്ലോ. മീന ഇന്നലെ ഈ പ്രസ് മീറ്റിന് ശേഷം വരുമ്പോൾ മലയാളത്തിൻ്റെ മമ്മൂട്ടിയാണ്, മമ്മൂട്ടിയെ പോലെയാണ് മീന എന്ന് പറയുന്നുണ്ട് നടികളിൽ. അതെന്ന് വെച്ചാൽ ഒരു മാറ്റമില്ല. താങ്ക് യു. ഞാനല്ല, മാധ്യമങ്ങളിലൊക്കെയുള്ള ചർച്ചയാണ്, റീൽസ് ഒക്കെ അങ്ങനെ വരുന്നു. ശ്രദ്ധിച്ചില്ല? ഇല്ല, കണ്ടില്ല ഞാൻ. ഒരു മാറ്റമില്ല. എത്ര മുമ്പും മീനെ കാണുന്നു അതുപോലെ തന്നെ മീന ഇപ്പോഴും ഇരിക്കുന്നു. താങ്ക് യു. ഞാൻ എന്ത് പറയാ. താങ്ക് യു സോ മച്ച്. ഒരുപാട് നായികമാരെ കാണുന്നതാണല്ലോ, അല്ലേ? അങ്ങനെ ഒരു നടിയാണ് മീനയെന്ന് ലാലേട്ടന് തോന്നുന്നുണ്ടോ?
ഞാൻ പലപ്പോഴും ഞാൻ നോക്കുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ ശരിക്കും മമ്മൂട്ടിയെ പോലെ തന്നെ ഉണ്ട്. ഇപ്പോഴാണ് ഞാൻ നോക്കുന്നത്. അയ്യോ അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ എത്രയോ വർഷമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ആ കുട്ടി അങ്ങനെ തന്നെയാണ്. അതൊക്കെ ചില ബ്ലെസ്സിങ്സ് ആണ്. അപ്പം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. താങ്ക് യു. ലാലേട്ടൻ, ഈ സിനിമയിൽ ഒരു പുതിയ കഥാപാത്രം വരുന്നുണ്ട്. മാധ്യമപ്രവർത്തകയാണ് എന്നറിയുന്നു. മാധ്യമപ്രവർത്തകരുടെ ഒരു റോളുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ഭാഗം കൂടി വരുന്നുണ്ടോ 3-ൽ? അല്ല, കുട്ടി പറഞ്ഞല്ലോ ഞാൻ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആണ്. അതെ അതെ. അപ്പം അങ്ങനെ ഒരാളല്ല, ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പം ഇന്നലെ അവർ വന്നതേ ഉള്ളൂ. അല്ലാതെ ഇതിൽ വരെ ഒരുപാട് പുതിയ മാധ്യമപ്രവർത്തകർക്ക് അപ്പോൾ റോളുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളത് കാണണം. അവരെന്താ ചെയ്യുന്നത്. കാര്യം ഇതൊരു എന്താണ് ഒരു വളരെ സെൻസേഷണൽ ഒരു കാര്യമല്ലേ. അപ്പം അത് വീണ്ടും ഡിഗ് ചെയ്യാനായിട്ട് ഒരുപാട് പേരുണ്ടാകും. അതുകൊണ്ടാണ് അയാൾ പറയുന്നത് ഇതിൻ്റെ പുറകെ ഒരുപാട് പേരുണ്ടെന്ന് പറയുന്നത്. നമ്മൾ ആ സിനിമയിൽ അതിനുള്ള ഹിൻറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്കറിയാം. മാധ്യമപ്രവർത്തകർക്ക് അല്ലെങ്കിൽ പ്രവർത്തകയ്ക്ക് എന്താണ് റോളെന്നുള്ളത് സിനിമ കാണുമ്പോഴേ പറയാം. മാധ്യമപ്രവർത്തകർ അത്ര നല്ല സമയമല്ല കേരളത്തിലെ മാധ്യമപ്രവർത്തകർ. മാപ്ര വിളിയൊക്കെ ലാലേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാപ്ര വിളിയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാധ്യമപ്രവർത്തകരെ മാപ്ര എന്നൊക്കെ വിളിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ട് പറയുന്ന കാര്യങ്ങൾ കുഴപ്പമില്ല. അപ്പൊ മാപ്ര റോളൊന്നും ആയിരിക്കില്ല അല്ലേ? അല്ല, അതൊക്കെ സിനിമ കാണുമ്പോഴേ. എന്നോട് പറഞ്ഞിരിക്കണേ ഇതിന്റെ ക്ലൈമാക്സ് അറിഞ്ഞിട്ട് ചെല്ലണമെന്നാണ് പറഞ്ഞിരിക്കണേ. ഞാൻ പറഞ്ഞുതരാൻ വേണമെങ്കിൽ എല്ലാവരും ചോദിക്കുന്നതാണ്, നമ്മൾ കാണുന്നവരൊക്കെ ചോദിക്കുന്നതാണ്, എന്താണ് ജോർജ് കുട്ടിയുടെ ക്ലൈമാക്സ് ഈ ദൃശ്യത്തിൽ. ഇപ്പോൾ ചിലർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇല്ല, സിനിമ കാണണം എനിക്ക് എന്തായാലും. ഞാൻ നമ്മളുടെ കോവിഡ് ടൈമിലാണല്ലോ ദൃശ്യം 2 OTT റിലീസായിരുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെ അങ്ങനെ ഒരു സിനിമ, ഇത്രയും വലിയൊരു സിനിമ അങ്ങനെ OTT റിലീസ് വരുന്ന സാഹചര്യം ആദ്യമായിരുന്നു. അപ്പോൾ OTT റിലീസ് കണ്ടിട്ട് അന്ന് ആ സിനിമ കണ്ടിട്ട് ഞാൻ ഫേസ്ബുക്കിൽ കുറിച്ചത് എനിക്ക് അടുത്തത് ഇപ്പം തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു കമൻ്റാണ് ഞാൻ ഫേസ്ബുക്കിൽ പങ്കുവെച്ചത്. അപ്പോൾ ആ ഒരു കാത്തിരിപ്പുണ്ടല്ലോ, 5 വർഷത്തെ ഒരു കാത്തിരിപ്പിന് ശേഷമാണ് ജോർജ് കുട്ടി വരുന്നത്. റിലീസ് ഡേറ്റിൽ ലാലേട്ടൻ ഉണ്ടാകുമോ കേരളത്തിൽ? അതിനുമുമ്പ് പറയാം, ഒരു കാര്യം പറയാം. ഞങ്ങളുടെ അന്നത്തെ ഒരു ഡിസിഷൻ ഭയങ്കര നല്ലതായി എന്നാണ് തോന്നുന്നത്. കാര്യം അന്നത് OTTയിൽ വന്നുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ കണ്ടത് ദൃശ്യം 2. അപ്പോൾ ആ ദൃശ്യം 2 കണ്ടിട്ട് അവർ ഒന്ന് കാണാൻ തുടങ്ങി. അങ്ങനെയാണ് കാര്യം. ഒരു മലയാള സിനിമയ്ക്ക് ഒരു പുതിയ മുഖമുണ്ടാകുന്നത് അങ്ങനെയാണ്. ആ OTT സമയത്ത് നമ്മൾ ദൃശ്യം 2 ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും വലിയൊരു റീച്ച് ഈ സിനിമയ്ക്ക് കിട്ടില്ലായിരുന്നു. അത് എന്താ പറയേണ്ടത്, ഒരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറയും. നമ്മളറിയാതെ ഒരു ചെയ്തു പോയൊരു കാര്യം. And also everybody came to know Drishyam was actually original Malayalam എന്ന്. Because മലയാളം ദൃശ്യം 1 തെലുങ്കിൽ ചെയ്തിട്ടുണ്ട്, പിന്നെ കന്നഡത്തിൽ വന്നിട്ടുണ്ട്, ഹിന്ദിയിലുണ്ട്, തമിഴിലുണ്ട്, ഏറ്റവും കൂടുതൽ എല്ലാ ലാംഗ്വേജസിലും ഉണ്ടായിരുന്നു. പക്ഷേ ദൃശ്യം 2 വന്ന ശേഷമാണ് everybody got to know the original is in Malayalam. അതുകൊണ്ട് ഒരുപാട് പേര് മലയാളം കാണാനാണ് താല്പര്യപ്പെടുന്നത്. ഞാൻ ചോദിക്കാറുണ്ട് അവർ ഹിന്ദി കാണുമ്പോൾ, പക്ഷേ നോ വി വോണ്ട് ടു സീ ദ മലയാളം റിയൽ. ഒരുപാട് പേര് അങ്ങനെ കാണുന്നത്. അപ്പോൾ ഈ എന്താണെന്ന് ചോദിച്ചാൽ റിലീസ് ഡേറ്റ് ഞാൻ ഉണ്ടാവുമെന്ന്. ഉണ്ടാകണ്ടേ? ഞാൻ എവിടെയെങ്കിലും ഉണ്ടാവും. എനിക്ക് സിനിമ കാണാമെന്നുണ്ട്. കാര്യം ഞാൻ സിനിമ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ആ സിനിമയ്ക്ക് ശബ്ദം കൊടുക്കുമ്പോഴും ഒക്കെ കാണും ഡബ് ചെയ്യുന്ന സമയത്ത്. ചില സിനിമകളിപ്പം ലൈവാണ്, അപ്പോൾ അത് ഡബ് ചെയ്യാൻ പോലും ആവശ്യമില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഫൈനൽ എന്ന് പറയുന്നത് അതിൽ മ്യൂസിക് വരും, അതിൽ എഫക്റ്റ് വരും, അതിൻ്റെ പ്രോപ്പർ എഡിറ്റിംഗ് വരും. അപ്പോൾ അതൊരു വേറെ സിനിമയായിട്ട് വരും. അങ്ങനെ അതിനൊരു ജീവൻ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നത് ആൾക്കാരുടെ കൂടെ ഇരുന്ന് കാണണമെന്നാണ് ആഗ്രഹം. ഏതെങ്കിലും ഒരു തിയേറ്ററിൽ പോയി കാണാനുള്ള ശ്രമം ഞാൻ നടത്തും. കേരളത്തിലുണ്ടാവുമെന്ന് ഉറപ്പില്ല. ഉറപ്പാണ്. ജോർജ് കുട്ടിയുടെ 3 കാലമുണ്ടല്ലോ. ഈ 2013 മുതൽ 26 വരെയുള്ള കാലത്തിൽ മോഹൻലാലിന് എന്ത് മാറ്റമുണ്ടായി? അത് ഞാനല്ലല്ലോ പറയേണ്ടത്. 13 വർഷം കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് എല്ലാം മാറില്ലേ. നമ്മുടെ ചിന്തകൾ മാറി, നമ്മുടെ സ്വഭാവങ്ങൾ മാറി, നമ്മുടെ ആഹാര രീതി മാറിയിട്ടുണ്ടാവും. എല്ലാവരും അങ്ങനെയാണല്ലോ, നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ. ഒരുപാട് കാര്യങ്ങൾ മാറ്റം ഉണ്ടാവും. ജോർജ് കുട്ടിക്ക് മാത്രം ഒരു മാറ്റമില്ല. കാര്യം ജോർജ് കുട്ടി അങ്ങനെ തന്നെ ഇരിക്കുകയാണ്, ആ ഫാമിലിയെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നടൻ എന്ത് മാറ്റം ഉണ്ടായി? എനിക്ക് പറയാൻ പറ്റില്ല. ഞാനങ്ങനെ എന്നെക്കുറിച്ചൊരു പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ആളൊന്നുമല്ല. കാര്യം നമുക്ക് ഏറ്റവും നല്ല നമ്മുടെ എന്താ ജോലി, ഒരു നടൻ എന്ന രീതിയിൽ എനിക്ക് കിട്ടുന്ന കഥാപാത്രങ്ങൾ അത് നല്ലതോ ചീത്തയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ സിനിമ കഴിഞ്ഞിട്ട് അതിനെ ഏറ്റവും നമ്മുടെ ബുദ്ധിയും യുക്തിയും അനുസരിച്ച് അഭിനയിക്കുക എന്നുള്ളതാണ് അതാണ് എൻ്റെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്. അപ്പോൾ അത് കഴിഞ്ഞ 48 വർഷമായിട്ട് അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെയും പറ്റുന്നിടം വരെ ചെയ്യും.
പരമോന്നത ബഹുമതി നേടിയ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് നേടിയ ലാലേട്ടനാണ് ഇപ്പോൾ ലാലേട്ടൻ. അങ്ങനെ അതൊരു നമ്മൾ ചെയ്ത ഈ കഴിഞ്ഞ 48 വർഷത്തെ അതിൻ്റെ ഒരു അംഗീകാരമല്ലേ, അത് വളരെ ഏറ്റവും റെസ്പെക്റ്റോട് കൂടി സ്വീകരിക്കുന്നു. അതുകൊണ്ട് പെട്ടെന്നൊരു മാറ്റം എനിക്ക് ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് പുതിയ അഭിനയ ശൈലി കൊണ്ടുവരാൻ പറ്റില്ല. നമ്മൾ എന്തായിരുന്നു അത് തന്നെയാണ് പണ്ടും ഇപ്പോഴും എന്നും. തലമുറകളെ പ്രചോദിപ്പിക്കുന്ന നടൻ എന്നതായിരുന്നല്ലോ ആ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം വരുമ്പോൾ ആ കുറിപ്പിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത് ജൻ ആൽഫയിൽ തുടങ്ങി ബീറ്റയിലെത്തി നിൽക്കുകയാണ് സിനിമയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ പുതിയ കാലഘട്ടം എന്നത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ ഈ സിനിമ? പുതിയ തലമുറ സിനിമകളുടെ മേക്കിംഗ് ഒരു പ്രത്യേകത പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിലുള്ള മാറ്റം സിനിമയുടെ മേക്കിങ്ങിലുണ്ടോ? ഒരു സിനിമയ്ക്ക് ആവശ്യമുള്ള മേക്കിങ്ങേ പാടുള്ളൂ. അങ്ങനെ ടു ബി വെരി ഫ്രാങ്ക്, ദൃശ്യം എന്നുള്ള സിനിമയ്ക്ക് ഇതൊരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പേസ് ഉണ്ട്. ആ പേസിൽ തന്നെയാണ് ആ സിനിമ എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഭയങ്കര മാറ്റങ്ങൾ ആ സിനിമയ്ക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അത് കൂടുതലൊരു ഡയറക്ടോറിയൽ സൈഡാണ് ശ്രദ്ധിക്കേണ്ടത്. അത് ജിത്തുവിന് അതിൻ്റെ ഒരു ഗ്രാഫ് അറിയാം, അതിൻ്റെ ഒരു ഫോർമാറ്റ് അറിയാം. അത് വെച്ചിട്ട് ഈ സിനിമ ചെയ്യാവുള്ളൂ. ഈ സിനിമയെ ഭയങ്കരമായ പ്രത്യേക ശൈലിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ സിനിമ വേറെ രീതിയിലായി പോകും. അതുകൊണ്ട് മാന്യമായിട്ട് എങ്ങനെയാണ് എടുക്കേണ്ടത് അതേ രീതിയിൽ തന്നെയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. ലാലേട്ടൻ്റെ ഡ്രസ്സിങ്, പേഴ്സണലി ഉള്ള ഡ്രസ്സിങ്, ഇന്നലെ പ്രസ് മീറ്റിന് വരുമ്പോൾ ധരിച്ചിരുന്ന ഡ്രസ്സ് പോലും ഷർട്ട് പോലും വലിയ രീതിയിൽ ചർച്ചയായി. അതിന് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ഒരു ന്യൂ ജെൻ സ്റ്റൈലിലേക്ക് ഡ്രസ്സിങ് മാറുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ വളരെ നോർമലായിട്ടുള്ളൊരു ഷർട്ടാണ്. പക്ഷെ പലപ്പോഴും കഴിഞ്ഞ ഓണ ഇൻ്റർവ്യൂ സമയങ്ങളിലൊക്കെയും ധരിച്ചിരുന്ന ഷർട്ട് ആ രീതിയിൽ ചർച്ചയായതാണ്. ഇന്നലെ ഈ സമയത്ത് വന്ന നീലയിൽ കറുത്ത പൂക്കളുള്ള ചർച്ചയാകുന്നൊരു സമയം ഷർട്ട് മോശമായാലും ചർച്ച അങ്ങനെയൊന്നുമില്ല. അവർ ഷർട്ട് കെട്ടിയപ്പോൾ ഇട്ടു, അതല്ലാതെ ഇതൊരു ചർച്ചയാകുമെന്ന് പറഞ്ഞ് ഷർട്ട് ഇടാൻ പറ്റില്ലല്ലോ. ഷർട്ട് ഇടാതെ വന്നാൽ ചർച്ചയായി. ഇനി അടുത്തതിൽ ഷർട്ട് ഇടാതെ വരാം. ഓക്കെ, താങ്ക് യു. ലാലേട്ട, ഈ അടുത്ത നമ്മൾ നോക്കിയിരിക്കുന്ന ഒരു സിനിമയാണ് ലാലേട്ടൻ്റെ ഏറ്റവും പുതിയ തരൺമൂർത്തിയുമായിട്ടുള്ള ചിത്രം. അതിൻ്റെ ഏത് ഘട്ടം വരെ എത്തി ചിത്രം? അതിമനോഹരം. ഏതാണ്ട് ഒരു 70% സിനിമ കഴിഞ്ഞു. നാളെ മുതൽ ഞാൻ വീണ്ടും ആ സിനിമയിൽ ജോയിൻ ചെയ്യുകയാണ്. അത്രേ ഉള്ളൂ. ദൃശ്യമല്ലാണ്ട് ഒന്നും സംസാരിക്കില്ല. അല്ല അതിനെക്കുറിച്ച് എങ്ങനെ പറയുന്നത്? അത് ആ സിനിമ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ആ സിനിമയിൽ ഞാനൊരു പോലീസുകാരനായിട്ടാണ് എന്നെ അഭിനയിക്കുന്നത്. അത് മനസ്സിലായല്ലോ അതിൻ്റെ ഇതൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ ശരിക്കും ഒരു വളരെ ഒരു വളരെ പ്രത്യേകതയുള്ള സിനിമയായിരിക്കും. തരുൺമൂർത്തി അങ്ങനെ തുടരും എന്നുള്ള ഒരു സിനിമയ്ക്ക് ശേഷം അയാൾക്കൊരു സിനിമയുടെ എപ്പോഴും രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് ഭയങ്കര ചലഞ്ചിങ് ആണ്. ഒരു ആക്ടറെ വെച്ച് രണ്ടാമത്തെ സിനിമ. അപ്പോൾ അതിൻ്റെ ഒരു സക്സസ്സിലെ നോക്കിക്കൊണ്ട് തന്നെയാണ് ആ സിനിമ ചെയ്യുന്നത്. അതൊരു തീർച്ചയായിട്ടും നല്ല സിനിമയായിട്ട് മാറണം. ഞങ്ങൾക്കെല്ലാം ആഗ്രഹം അതാണ്. അങ്ങനെ മാറട്ടെ എന്നേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. റോസ്ലിൻ എന്ന വെബ് സീരീസ് ഭയങ്കരമായിട്ട് ചർച്ചയാകുന്നുണ്ട്. അതിലെ ക്യാരക്ടറും അതെ വലിയ സാധ്യത നൽകുന്നതാണോ വെബ് സീരീസ്? ആക്ച്വലി എനിക്ക് ഒരു ആർട്ടിസ്റ്റായിട്ട് വെൻ ഐ ഫസ്റ്റ് ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ആസ് എൻ ആക്ടർ യു ലൈക്ക് ടു പ്ലേ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ക്യാരക്ടേഴ്സ്, വെറൈറ്റി ഓഫ് ക്യാരക്ടേഴ്സ്. സോ ഇതുവരെ ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സിനേക്കാളും അത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുണ്ടായിരുന്നു ആൻഡ് ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ചെയ്തത്. അതിൽ ഇത്ര നല്ല ഒരു സപ്പോർട്ടും എൻകറേജ്മെൻറ്റും കിട്ടിയതിൽ എനിക്ക് വളരെ വളരെ സന്തോഷം. ലാലേട്ട, 2026 മറ്റൊരു കാര്യം കൊണ്ടുകൂടി ലാലേട്ടൻ്റെ ജീവിതത്തിൽ വളരെ ശ്രദ്ധേയമാകാൻ പോവുകയാണ്. മകളുടെ വിസ്മയുടെ സിനിമ റിലീസ് ഓഗസ്റ്റിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ദിവസം കൂടിയാണ്. അതിൻ്റെ ചിത്രം കണ്ടോ ലാലേട്ടൻ? ഇല്ല, അതിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞല്ലേ ഉള്ളൂ. അതും നന്നാവട്ടെ എന്ന് എങ്ങനെ നമ്മൾ എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ ആളല്ല ഞാൻ. അപ്പം അത് വന്നിട്ട് അതിൻ്റെ ഒരു ജാതകമുണ്ട്, അതുപോലെ സംഭവിക്കും. മകൾ അഭിനയിച്ച ഒരു ക്ലിപ്പ് പോലും കണ്ടിട്ടുണ്ട്? അതൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ അഭിനയിച്ച സിനിമ ഞാൻ ഡബ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അല്ല, അതിൻ്റെ ഒരു പ്രോസസ്സ് നടക്കുകയല്ലേ. ഇനി ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട്. പിന്നെ അത് നന്നായിരിക്കണം, അത് അവർക്ക് ഗുണകരമായി മാറണം. അങ്ങനെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല സിനിമയായി മാറട്ടെ, എല്ലാ സിനിമകളും നന്നാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഈ സിനിമ നന്നാണ്, ഈ സിനിമ മോശമാകണം എന്ന് പറയും. ലാലേട്ടൻ്റെ വിവാഹ വാർഷികം അമേരിക്കയിൽ ആഘോഷിക്കുന്ന ചിത്രം കണ്ടു. മകളുടെ സിനിമ വരുന്നു. പ്രണവിന്റെ വിവരങ്ങൾ എന്തുണ്ട്? എവിടെയുണ്ട് ആള്? ഞാനും അന്വേഷിക്കുകയാണ്. അയാൾ എവിടെയാണ്? അയാൾ പുറത്താണ്. അയാൾ ജർമ്മനിയിലാണ്. ജർമ്മനിയിൽ അവനൊരു കോഴ്സ് പഠിക്കാൻ പോയിരിക്കുകയാണ്, DJing കോഴ്സ്. മോർ ഇൻ ടു മ്യൂസിക്. അതിൻ്റെ ഒരുപാട് കാര്യങ്ങളിലാണ് അയാൾക്ക് ഇഷ്ടംപോലെ നടക്കട്ടെ. അടുത്ത സിനിമ എപ്പോൾ ഉണ്ടാവും പ്രണവിൻ്റെ?
അറിയില്ല. അറിയില്ല. എനിക്ക് പറയാനില്ല, എനിക്ക് അറിയില്ല, കാര്യം അയാൾക്ക് പോലും അറിയില്ല. ഞാനിങ്ങനെ പറയുന്നത്. ലാലേട്ടനെയും പ്രണവിനെയും ഒരുമിച്ച് ഒരു സിനിമയിൽ കാണാൻ പറ്റുമോ? മക്കളിൽ ആരെങ്കിലും രണ്ടുപേരും ഇപ്പോ അങ്ങനെ അങ്ങനെ ഒരു സിനിമ വരണം. അല്ലാതെ നമ്മൾ നാളെ രാവിലെ ഒരു സിനിമ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല. അങ്ങനെ ഒരു സിനിമ വന്നാൽ തീർച്ചയായിട്ടും എനിക്ക് സമ്മതം വരണം, അയാൾക്കും തോന്നണം. Let it happen. ലാലേട്ടന്റെ കയ്യിലെ വോട്ട് ചെയ്ത മാർക്ക് കാണുകയാണ്. അതെ. ആ ദിവസം അത്രയും വലിയ ക്യൂവില് അത്രയും നേരം നിൽക്കേണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? അങ്ങനെ അത്രയും വലിയ ക്യൂ ഒന്നും ആയിരുന്നില്ല, അത്രയും സമയം നിന്നുമില്ല. ഞാൻ വളരെ നേരത്തെ പോയി, 7 മണിക്ക് പോയി. ഞാൻ പഠിച്ച സ്കൂളാണ്. അപ്പോൾ അതിനൊരു മിനിമം ടൈം ഉണ്ടല്ലോ, അങ്ങനെയാണല്ലോ വോട്ട് ചെയ്യേണ്ടത്. അത് എൻ്റെ ഒരു റൈറ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ചെയ്തു. പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല വോട്ട് ചെയ്യാൻ, പക്ഷെ ഞാൻ 2 പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതൊരു എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ പഠിച്ച സ്കൂളിൽ ഒരുപാട് നൊസ്റ്റാൾജിയ ഉണ്ടാവില്ല. അവിടെ പോയി കുറച്ച് സമയം അവിടെ നിന്ന് പഴയ ഒരുപാട് കാര്യങ്ങളൊക്കെ ഓർക്കാൻ സാധിച്ചു. വോട്ട് ചെയ്തു, തിരിച്ചു വന്നു. തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നോ? ഞാൻ ഇല്ലായിരുന്നു, US വന്ന് തിരിച്ചു വന്നപ്പോഴില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചർച്ചയിൽ നടക്കാമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ സംസാരിക്കുന്നില്ല. പിന്നീട് ലാലേട്ടാ, ഈ ദൃശ്യം 3 കഴിഞ്ഞാൽ ദൃശ്യം 4ലേക്കുള്ള യാത്രയായിരിക്കും. ദൃശ്യം 4 ഉണ്ടാവും? ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പറയാൻ പറ്റും. അങ്ങനെ ഉണ്ടാകട്ടെ. ദൃശ്യം 3 കഴിയട്ടെ. നമുക്ക് 1, 2, 3 കഴിഞ്ഞിട്ടില്ലേ 4 എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 3 കഴിഞ്ഞ് അതിൻ്റെ ഒരു സക്സസ് നോക്കിയിട്ട് നമുക്ക് 4ലേക്ക് കിടക്കാം. ഓക്കെ ലാലേട്ട, എല്ലാവിധ ആശംസകളും. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.